നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ചിലിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം ഉറപ്പാക്കിയിരിക്കുകയാണ്. അർജന്റീനയുടെ വിജയ ഗോൾ ലൗറ്ററോ മാർട്ടിനസിന്റെ വകയായിരുന്നു. മത്സരത്തിൽ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഹുലിൻ ആൽവരസും ലിയോ മെസ്സിയും റോഡ്രിഗോ ഡി പോളും നിക്കോളാസ് ഗോൺസാലസും അലക്സിസ് മെക്കലിസ്റ്ററും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് വർഗാസും സാഞ്ചസും ഒക്കെ ചേർന്നുകൊണ്ടാണ് ചിലിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ഗോൾ കീപ്പറായിട്ട് അവർക്ക് ക്ലോഡിയോ ബ്രാവോ തന്നെയാണ് ഇറങ്ങിയത്. എന്തായാലും മത്സരം ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഗോൾ രഹിതമായിരുന്നു. മെസ്സിക്ക് ഇഞ്ചുറി എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹം അതൊക്കെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് കളി മുന്നോട്ട് കൊണ്ടുപോയി. അർജന്റീനക്ക് അവസരങ്ങൾ ലഭിച്ചിരുന്നു. ഡീപോളും ആൽവരസും ഒക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് പന്ത് വലയിലേക്ക് എത്തിക്കാൻ പറ്റാതെ പോയി. ആദ്യ പകുതി കഴിഞ്ഞ് രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കവേ അർജന്റീൻ കോച്ച് ചില സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തി. ആംഗൽ ഡി മരിയ കളിക്കളത്തിലേക്ക് വന്നു. ലൗട്ടറോ മാർട്ടിനസ് വന്നു. അർജന്റീനയുടെ നീക്കങ്ങൾ വലയിലേക്കില്ല എന്ന് തോന്നിച്ച നിമിഷങ്ങളിൽ ഒന്നിലാണ് ആ ഒരു കോർണർ കിക്ക് ലഭിക്കുന്നത്. ലിയോ മെസ്സിയുടെ കോർണർ പെനാൽറ്റി ബോക്സിലേക്ക് പറന്നിറങ്ങുമ്പോൾ ആകെ കൺഫ്യൂഷൻ. ഒടുവിൽ ചിലിയൻ താരം ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പന്ത് ലൗട്ടറോ മാർട്ടിനസിലേക്ക്, അദ്ദേഹം വലയിലേക്ക് അടിച്ചിരുന്നു. 88-ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ വരുന്നത്. ഒരു ലോങ് വാർച്ചക്കാണ്. കോപ്പയിലെ വാർച്ചക്കുകളൊക്കെ വളരെ ലെങ്തി ആയി പോകുന്നു. അത് തീർച്ചയായിട്ടും ഒരു രസംകൊല്ലിയാണ്. ഏതായാലും ഒടുവിൽ റഫറി ആ ഗോൾ അനുവദിച്ചു. അർജന്റീന ആ ഗോളിന് ലീഡ് എടുത്തു. ആ ഗോളിന് തന്നെ വിജയിച്ച് കയറുകയും ചെയ്തു. ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയത്തോടുകൂടി ഇപ്പോൾ ഗ്രൂപ്പ് എയിൽ 2 മത്സരങ്ങൾ പൂർത്തിയാക്കി അർജന്റീന 6 പോയിന്റുമായിട്ട് 1-ാം സ്ഥാനത്താണ്. കാനഡ ഇന്ന് പെറുവിനെ തോൽപ്പിച്ച് 3 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അവർ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ചിലിക്കും പെറുവിനും ഓരോ പോയിന്റുകളാണ്. അതായത് അർജന്റീന ഗ്രൂപ്പിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക്, ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം ഉറപ്പാക്കി കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.